പതിവ് പോലെ തന്നെ ശ്രീലങ്കൻ മഹാസമുദ്രത്തിൽ പെട്രോളിംഗ് നടത്തുകയായിരുന്നു ശ്രീലങ്കൻ നേവി ഫോഴ്സ്. അതിനിടെയാണ് കടലിൽ വിചിത്രമായ ഒരു വസ്തു പൊങ്ങിക്കിടക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് എന്താണെന്ന് അറിയുവാൻ വേണ്ടി അതിനടുത്തേക്ക് അവർ പോയപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറയുന്നതാകട്ടെ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയെയായിരുന്നു. പിന്നീട് നടന്നതാകട്ടെ ബോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങളും. ആന എങ്ങനെയാണ് നടുകടലിലെത്തിയതെന്നും ആനയെ അവർ ജീവനോടെ രക്ഷപ്പെടുത്താനായോ ഇല്ലയോ എന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ശ്രീലങ്ക എന്ന് നമുക്കറിയാം. സമൃദ്ധമായ വനങ്ങൾക്കും വൈവിധ്യമാർന്ന വന്യജീവികൾക്കും പേരുകേട്ട രാജ്യം തന്നെയാണ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ വടക്ക് കിഴക്ക് റീജിയൻ ചെറിയ തടാകങ്ങളും കണ്ടൽ കാടുകളും നിറഞ്ഞ കൊക്കിലാലി എന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിൽ ഭക്ഷണവും വെള്ളവും തേടി കാട്ടാനകൾ നദികളും തടാകങ്ങളിലും എത്തിച്ചേരാറുണ്ട്. പൊതുവെ വലിയ ശരീരമാണെങ്കിൽ പോലും നീന്തലിന്റെ കാര്യത്തിൽ സമർത്ഥരാണ് ആനകൾ. ശക്തിയേറിയ കാലുകൾ ഉപയോഗിച്ച് തുഴഞ്ഞും തുമ്പിക്കൈകൾ വെള്ളത്തിന് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ശ്വസിച്ചും ആനകൾക്ക് ഒരുപാട് ദൂരം വെള്ളത്തിലൂടെ നീന്തുവാൻ സാധിക്കും. ചില സമയങ്ങളിൽ പുതിയ വാസയോഗ്യമായ സ്ഥലങ്ങളെ തേടി പോകുവാൻ ആനകൾ വലിയ നദികളും തടാകങ്ങളുമൊക്കെ നീന്തി പോകാറുണ്ട്. വർഷം 2017 ജൂലൈ 11 അന്ന് കോക്കിലായ് തീരപ്രദേശത്ത് പതിവ് പോലെ ശ്രീലങ്കൻ നാവികസേന പാട്രോളിംഗ് നടത്തുകയായിരുന്നു. പെട്ടെന്നായിരുന്നു കടലിൽ വിചിത്രമായ ഒരു വസ്തു അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്താണെന്ന് അറിയുവാൻ അടുത്ത് ചെന്ന സമയത്താണ് ജീവനോടെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ആനയെ അവർ കാണുന്നത്. അതും കരയിൽ നിന്ന് 8 മൈൽ, അതായത് 13 കിലോമീറ്ററോളം കടലിന്റെ ഉള്ളിലായിട്ടാണ് ആനയെ അവർ കണ്ടെത്തിയത്. ഈ സമയത്താകട്ടെ തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് ആന ശ്വാസം എടുക്കുവാനായി നന്നായി ബുദ്ധിമുട്ടുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആന കടലിൽ മുങ്ങിത്താഴുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. ആന ഏതോ വലിയ നദിയോ തടാകമോ മുറിച്ചു കടക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കടലിലേക്ക് എത്തിയതാവും എന്നാണ് വന്യജീവി വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. കൂടാതെ തന്നെ കൊക്കിലായിൽ പെട്ടെന്നുള്ള വേലിയേറ്റങ്ങളും ശക്തമായ തിരമാലകളും സർവ്വസാധാരണമാണ്. ആയതിനാൽ തന്നെ ആനയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ശ്രീലങ്കൻ നാവികസേന വളരെ വേഗത്തിൽ തന്നെ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. എന്നാൽ അത്ര വലിയൊരു ആനയെ കടലിന്റെ നടുക്ക് നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു ജോലിയല്ലായിരുന്നു. മാത്രമല്ല, ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്നുള്ള ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർക്ക് ഇന്നേ വരെ കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആനയെ എന്ത് വില കൊടുത്തും അവിടെ നിന്ന് രക്ഷിക്കുവാനായി അവർ തീരുമാനിച്ചിറങ്ങിയിരുന്നു. അപ്പോഴേക്കും റായൻ ഫോഴ്സ് എന്ന് വിളിക്കുന്ന കൂടുതൽ ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരും വന്യജീവി വിദഗ്ധരും എല്ലാം അടങ്ങുന്ന സംഘം അവിടെ എത്തിച്ചേരുന്നു. ആനയെ ഒട്ടും തന്നെ പാനിക്കാക്കാതെ ആനയുടെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിരുന്നു ഈ സംഘത്തിന്റെ പ്ലാൻ. ഏതാണ്ട് 2000 മുതൽ 3000 കിലോഗ്രാം വരെ ഭാരം ആനയ്ക്ക് ഉണ്ടായിരിക്കാം എന്നായിരുന്നു അവരുടെ പ്രാഥമിക നിഗമനം. ആയതിനാൽ തന്നെ ഈ ആന ഏതെങ്കിലും വിധത്തിൽ പാനിക്കായി കഴിഞ്ഞാൽ അത് വെള്ളമിളക്കി മറിക്കുകയും റെസ്ക്യൂ ടീമിന്റെ ജീവനെയും ആനയുടെ ജീവനെയും തന്നെ അത് അപകടത്തിലാക്കുകയും ചെയ്യുമായിരുന്നു. ആയതിനാൽ തന്നെ അന്നേരത്തെ സിറ്റുവേഷൻ വളരെ ശാന്തമായി വിലയിരുത്തിയതിനു ശേഷമാണ് റെസ്ക്യൂ ടീം വളരെ ശാന്തമായി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. റെസ്ക്യൂ ടീം കടലിലേക്ക് ഇറങ്ങിയ സമയത്തേക്ക് ആന വളരെയധികം ക്ഷീണിതനായിരുന്നു. ആനയെ ഒരു കയർ കെട്ടി പതുക്കെ ആനയെ കരയിലേക്ക് വലിച്ചുകൊണ്ട് പോകുവാനായിരുന്നു റെസ്ക്യൂ ടീമിന്റെ പ്ലാൻ. പക്ഷെങ്കിൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആ സമയത്ത് കടൽ കുറച്ച് പ്രക്ഷുബ്ധമായിരുന്നു. ആയതിനാൽ തന്നെ ആനയെ കരയിലേക്ക് വലിച്ചു കയറ്റുന്നത് പോലെ തന്നെ ആന ഒട്ടും പാനിക്കാകാതെ നോക്കേണ്ടതും വളരെ പ്രധാനമായിരുന്നു. ആയതിനാൽ തന്നെ ആനയെ കരയിലേക്ക് വലിച്ചു കയറ്റുന്നതിനോടൊപ്പം തന്നെ ആന ഒട്ടും പാനിക്കാകാതെയും തിരമാലകൾ ആനയെ മുക്കാതെയും നോക്കണമായിരുന്നു. കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും തന്നെ ദൗത്യം വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവർ ആനയെ ഗൈഡ് ചെയ്യുവാനും നിരീക്ഷിക്കുവാനും വേണ്ടി ബോട്ടുകൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നു. റെസ്ക്യൂ ടീം തന്നെ രക്ഷിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് കുറച്ച് സമയത്തിനകം തന്നെ ആനയ്ക്ക് ബോധ്യമായി തുടങ്ങിയിരുന്നു. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും റെസ്ക്യൂ ടീമും ആനയും ഒരുപോലെ തന്നെ ക്ഷീണിതരാവുകയായിരുന്നു. ആയതിനാൽ തന്നെ ആനയുടെ നീന്തലിന്റെ വേഗം കുറയുകയും ആന മുങ്ങുവാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ റെസ്ക്യൂ ടീം വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ തുടർച്ചയായ 12 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ ആനയെ ആഴം കുറഞ്ഞ കടൽ ഭാഗത്തേക്ക് എത്തിക്കുവാൻ റെസ്ക്യൂ ടീമിന് സാധിച്ചു. കരയെത്താൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ആന വീണ്ടും ഊർജ്ജസ്വലനാവുകയും നല്ലതുപോലെ നീന്തുവാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ ആന തന്റെ 2ാം ജന്മവുമായി കരയിലേക്ക് നടന്നു പോവുകയായിരുന്നു. രക്ഷാപ്രവർത്തകരാകട്ടെ ഈ അഭിമാനകരമായിട്ടുള്ള നിമിഷം നേരിൽ കണ്ട് സന്തോഷിക്കുകയുമായിരുന്നു.
ഈ ഒരൊറ്റ സംഭവത്തിന് ശേഷം ശ്രീലങ്കൻ നേവി ഫോഴ്സിനും റെസ്ക്യൂ ടീമിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അഭിനന്ദനങ്ങളുടെ പ്രവാഹമായിരുന്നു. ശ്രീലങ്കൻ നേവി ഫോഴ്സിന്റെയും റെസ്ക്യൂ ടീമിന്റെയും ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.